സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സിയുടെ മോഹപക്ഷികൾ നോവൽ അവസാന ഭാഗം. അടുത്ത ദിവസവും അതിനടുത്ത ദിവസവും നിർമ്മല എങ്ങും പോകാതെ തൻ്റെ മുറിക്കുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. ഇടയ്ക്കിടെ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്ത് ജോൺസിനെ സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം ജോൺസ് എഴുതി വെച്ചിരുന്നതായ കത്തുകളും എടുത്തുകൊണ്ട് നിർമ്മല ആശുപത്രിയിലേക്ക് യാത്രയായി. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറോട് അന്വേഷിച്ചപ്പോൾ 2 ദിവസത്തിനകം ജോൺസിന് പൂർണ്ണ സുഖമാകുമെന്നും വേണമെങ്കിൽ മറ്റന്നാൾ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുമെന്നും അറിഞ്ഞു. നിർമ്മല ജോൺസിൻ്റെ മുറിയിലെത്തി. അയാൾ ബെഡിൽ കാലുകൾ നീട്ടി തലയിണ ചുവരിൽ ചേർത്ത് വെച്ച് അതിന്മേൽ ചാരിയിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. നിർമ്മല വളരെ തിരക്കുള്ള ഒരുവളെപ്പോലെ ധൃതിയിൽ നടന്നു ചെന്ന് അയാൾക്ക് അഭിമുഖമായി സ്റ്റൂൾ വലിച്ചിട്ടിരുന്നു. ജോൺസ് പകച്ച് ചൂളിത്തരിച്ച് വിവർണവതനായി ശബ്ദിക്കാനാവാതെ വീർപ്പുമുട്ടി ശിരസ് കുനിച്ചിരുന്നു. അയാൾ വല്ലാതെ വിമ്മിഷ്ടപ്പെടുന്നുണ്ടെന്നും ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞേക്കുമെന്ന് നിർമ്മലയ്ക്ക് തോന്നി. ആ അവസ്ഥയിൽ അയാളെ കൂടുതൽ വിഷമിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. കഴിയുന്നത്ര ലാഘവത്തോടെ സമാധാനപരമായി എല്ലാം അവസാനിപ്പിക്കണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. തീരെ തണുത്ത നിർവികാരമായ സ്വരത്തിലാണ് അവൾ ചോദിച്ചത്, ഇപ്പോൾ എങ്ങനെയുണ്ട്? ജാള്യതയും ദുഃഖവും ഭയങ്കരമായി വ്യാപിച്ചിരുന്ന അയാളുടെ മുഖം കുറച്ചുകൂടി താഴ്ന്നു. കണ്ണുകൾ നിറഞ്ഞു, കവിളുകൾ വിതുമ്പി വിറച്ചു. നാണമില്ലല്ലോ കരയാൻ. പിൽസ് കുറവായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരുമായിരുന്നല്ലോ. അവളുടെ സ്വരത്തിൽ പരിഹാസവും ദേഷ്യവും കലർന്നിരുന്നു. എങ്കിലും അത് രംഗത്തിന് അല്പം അയവ് വരുത്തി. ഇതാ നിങ്ങളുടെ കുമ്പസാര പത്രങ്ങൾ. അവൾ കയ്യിലിരുന്ന കത്തുകൾ അയാളുടെ മടിയിലേക്ക് എറിഞ്ഞു. എന്നിട്ട് കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി. ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് കരയുമെന്നും എന്നോട് എന്തിനിങ്ങനെ ചെയ്തു ജോൺസ് എന്ന് വിലപിക്കുമെന്നും കരുതണ്ട. അവൾ ഒരു നിമിഷം നിർത്തി. ജോൺസ് ശ്വാസമുട്ടലോടെ പരാജിതനായ കുറ്റവാളിയെപ്പോലെ ക്ഷീണിച്ച കണ്ണുകൾ തറയിലൂന്നി നിശബ്ദനായിരുന്നു. ജോൺസിന് ആദ്യം തന്നെ എല്ലാം തുറന്നു പറയാമായിരുന്നു. വേണ്ട, അവസാനമെങ്കിലും തുറന്നു പറയാമായിരുന്നു. നിങ്ങളോട് ഞാൻ എപ്പോഴും ഒരു വാക്കു പറഞ്ഞിരുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പങ്ക് ഞാൻ ബലമായി പിടിച്ചു പറിക്കുകയില്ലെന്ന്. എന്നോട് കാണിച്ച സ്നേഹം അനുകമ്പയിൽ നിന്നും ഒരിക്കലും തെറ്റ് ചെയ്തതിൻ്റെ കുറ്റബോധത്തിൽ നിന്നും ഉടലെടുത്തതാണെന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവസാന നിമിഷത്തിൽ പോലും ഞാൻ പിന്മാറുമായിരുന്നു. ജോൺസിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ആരും വേദനിക്കരുതെന്ന് നിങ്ങൾ കരുതി. പക്ഷേ നിങ്ങളുടെ ശ്രമം വിജയിച്ചിരുന്നെങ്കിൽ എല്ലാവരും വേദനിക്കുമായിരുന്നു. എൻ്റെ കാര്യം പോകട്ടെ, ജോൺസിനെ പ്രതീക്ഷിച്ച് ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പനും അമ്മയും സഹോദരങ്ങളും നിങ്ങളിൽ മാത്രം എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ച് കാത്തിരിക്കുന്നുണ്ടല്ലോ. അവരെയൊക്കെ എന്തുകൊണ്ട് ഓർക്കാതെ പോയി? ഞാൻ അയാൾ വിങ്ങിപ്പൊട്ടി. സാരമില്ല, ഞാൻ അർഹതയില്ലാത്തത് ആഗ്രഹിച്ചു, പലതും പ്രതീക്ഷിച്ചു, വളരെയധികം സാഹസങ്ങൾ കാണിച്ചു. എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം ഞാൻ പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ്. കാരണം എനിക്കിനി നഷ്ടപ്പെടാനും നേടാനും ഒന്നും തന്നെ അവശേഷിച്ചിട്ടില്ല. എന്നാൽ ജോൺസിൻ്റെ സ്ഥിതി അതല്ല. നിർമ്മലയുടെ മുഖം വലിഞ്ഞു മുറുകി അവൾ പിടിച്ചു നിൽക്കാൻ കഠിനമായി യത്നിക്കുകയായിരുന്നു. അവസാന നിമിഷത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. സംഭവിച്ചതൊന്നും ഞാൻ ജോൺസിൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ല. ആത്മഹത്യാശ്രമത്തിൻ്റെ പേരിൽ ഉണ്ടാകാമായിരുന്ന പോലീസ് കേസിൽ നിന്നും ഒഴിവാക്കി. അസുഖമാണെന്ന് കമ്പനിയിലേക്ക് ഫോൺ ചെയ്ത് അറിയിച്ച് ഒരാഴ്ചത്തെ ലീവ് അനുവദിപ്പിച്ചു. ആശുപത്രി ചെലവുകൾ വഹിച്ചു. ഏറ്റവും ഒടുവിലായി ഞാൻ പിടിച്ചു പറിച്ചു കൊണ്ടുപോയേക്കുമെന്ന് നിങ്ങൾ ഭയന്ന, നിങ്ങൾ നശിപ്പിക്കാൻ ഒരുങ്ങിയ നിങ്ങളുടെ ജീവിതം വീണ്ടെടുത്ത് തരികയും ചെയ്തു. ഇനി എനിക്ക് സന്തോഷമായി യാത്ര പറയാം, ഇല്ലേ? നിർമ്മലെ, ഞാൻ ജോൺസ് വിക്കി. നിർമ്മല അയാളെ നോക്കി. ലോകത്തെ യാഗമാനം പഴിക്കുന്നത് പോലെ പുച്ഛവും പരിഹാസവും അവഗണനയും നൊമ്പരവും വിഷാദവും വിളിച്ചോതുന്ന ഒരു തണുത്ത ചിരി ചിരിച്ചു. നിങ്ങൾ ഇനി എന്നെ വിവാഹം കഴിക്കുമെന്ന് നിർബന്ധിച്ചു പറഞ്ഞാൽ തന്നെയും എനിക്കതിന് സമ്മതമല്ല. എൻ്റെ കൂടെ ജീവിക്കാൻ ജോൺസ് പോരാ. നിങ്ങളത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി പിരിയാം. മറ്റന്നാൾ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യും. നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണ്. ജോൺസ് ഞെട്ടി വിളറിപ്പോകത്തക്കവണ്ണം അത്രമേൽ കഠിനവും നിർവികാരവുമായ സ്വരത്തിൽ അവൾ തുടർന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങിയാണ്. നമ്മൾ തമ്മിൽ എന്തെല്ലാമോ സംഭവിച്ചിട്ടുണ്ട്. ഇനി അത് ഓർമ്മിക്കുക പോലും ചെയ്യരുത്. ഇതിനു ശേഷം നമ്മൾ തമ്മിൽ യാതൊന്നുമില്ല, ഫ്രണ്ട്ഷിപ്പ് പോലുമില്ല. അവളുടെ ശബ്ദം കൂടുതൽ ദൃഢമായി. ഇനി നമ്മൾ അപരിചിതരാണ്. നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടുകയോ പരിചയപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല. ഇനിമേൽ അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരിക്കൽ പോലും എന്നെ കാണാനോ കണ്ടാൽ തന്നെ പരിചയം നടിക്കാനോ സമ്പർക്കം പുലർത്താനോ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ മുഖത്തടിച്ചതുപോലെയുള്ള പ്രതികരണം ഉണ്ടായിരുന്നിരിക്കും. എല്ലാം ഇതോടെ പോയി. സംഗതി മനസ്സിലായല്ലോ? നിർമ്മലയുടെ കണ്ണുകളിൽ ചവിട്ടേറ്റ സർപ്പത്തിൻ്റെ പകയും വാശിയും വേദനയും കോപവും സങ്കടവും എല്ലാം ഒരു നിമിഷത്തേക്ക് മിന്നിമറിഞ്ഞു. ജോൺസ് സ്തംഭിച്ചു പോയതുപോലെ ശ്വാസം കഴിക്കാൻ
പോലും മറന്ന് പകച്ചിരുന്നു. നിർമ്മല എഴുന്നേറ്റു. പോകാനിറങ്ങി 2 ചുവട് മുന്നോട്ട് വെച്ചു. പെട്ടെന്ന് നിന്നിട്ട് അവൾ തിരിഞ്ഞു. എന്തൊക്കെയോ കൂടി പറയാനുള്ള ഭാവം ആ മുഖത്ത് തുടിച്ചു. ഹൃദയം വിറകൊണ്ടു. ജോൺസിന്റെ നേരെ നോക്കിക്കൊണ്ട് ഏതാനും നിമിഷം അവൾ നിന്നു. ചുണ്ടുകൾ വിതുമ്പി. അവൾ എന്തൊക്കെയോ കടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നത് പോലെ ഉമിനീരിറക്കി. ഒടുവിൽ പണിപ്പെട്ട് ഇത്രമാത്രം പറഞ്ഞു: എല്ലാം മറന്നേക്കുക, ഗുഡ് ബൈ. അവൾ അതിവേഗം വാതിൽക്കിലേക്ക് നടന്നു. വാതിൽ കടന്ന് ഇടനാഴിയിൽ ഇറങ്ങിയപ്പോഴേക്കും സർവ്വ നിയന്ത്രണങ്ങളും തകർന്നു. കെട്ടി നിർത്തിയിരിക്കുന്ന ദുഃഖത്തിന്റെ അണക്കെട്ട് പൊട്ടിത്തകർന്നു ഒഴുകി. സാരിത്തുമ്പ് വായിൽ തിരികി തള്ളിവരുന്ന തേങ്ങലുകൾ അടക്കിയും തുവാലുകൊണ്ട് കണ്ണുനീരൊപ്പിയും ഇടറുന്ന പാദങ്ങളോടെ അവൾ നടന്നകന്നു. ഉടൻ എത്തിച്ചേരണമെന്ന മാത്തച്ഛന്റെ സന്ദേശം കിട്ടിയപ്പോൾ മൈക്കിൾ അമ്പരന്നു. 2 ദിവസത്തിനകം വരാമെന്ന് മറുപടിയും നൽകി. എന്നാൽ മടക്കയാത്രയിൽ 3 ദിവസം ബിസിനസ് സംബന്ധമായി ബാംഗ്ലൂരിൽ തങ്ങേണ്ടി വന്നു. അതിനാൽ അത്രയും താമസിച്ചാണ് വീട്ടിലെത്തിയത്. നിർമ്മല മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. മാത്തച്ഛൻ ഉണ്ടായിരുന്നില്ല. മൈക്കിൾ കുളിയും മറ്റും കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അതുപോലെ ഗേറ്റിനരികിൽ വരെ നടന്ന് ദാമോദരനെ കണ്ട് അല്പം സംസാരിച്ചു. വീട്ടിൽ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്നായിരുന്നു മറുപടി. സന്ധ്യയ്ക്ക് മാത്തച്ഛൻ വന്നു ചേർന്നു. രാത്രിയിൽ ആഹാരം കഴിക്കാനിരുന്നപ്പോൾ മാത്തച്ഛൻ മൈക്കിളുമായി ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. നിർമ്മല അവർക്കിടയിൽ മൂകയായി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് വരണമെന്ന് മൈക്കിളിനോട് പറഞ്ഞിട്ട് മാത്തച്ഛൻ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോയി. മൈക്കിളും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. അയാൾ ഉത്കണ്ഠയോടെ നിർമ്മലയെ നോക്കി. ഡാഡി അടിയന്തിരമായി എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ കാരണം ഇനിയും അയാൾക്ക് മനസ്സിലായില്ല. നിർമ്മലയോട് അതേക്കുറിച്ച് ചോദിക്കണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും ഭയവും ജാള്യതയും അതിൽ നിന്നും വിലക്കി. കുറേ കഴിഞ്ഞ് മൈക്കിൾ ഡാഡിയുടെ മുറിയിലേക്ക് ചെന്നു. മാത്തച്ഛൻ വാഷ് ബേസിനടുത്ത് നിന്ന് പല്ലുകൾ ബ്രഷ് ചെയ്യുകയായിരുന്നു. മൈക്കിൾ പിൻവാങ്ങി. 10 മിനിറ്റിന് ശേഷം വീണ്ടും മുറിയിലേക്ക് ചെന്നു. മാത്തച്ഛൻ മേശമേൽ ഇടത് കൈ ഊന്നി മുഖം കൈവെള്ളയിൽ താങ്ങി അഗാധമായ ചിന്തയിൽ മുഴുകിയിരിക്കുന്നു. മൈക്കിൾ മുരടനക്കി. ഇരിക്ക്. മാത്തച്ഛൻ കണ്ണുയർത്തുക പോലും ചെയ്യാതെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും പഴയതുപോലെ ചിന്താധീനനായി ഇരുന്നു. മൈക്കിൾ സോഫമേൽ ഇരിപ്പുറപ്പിച്ചു. മാത്തച്ഛൻ ഇടയ്ക്കിടെ മൈക്കിളിൻ്റെ മുഖത്തേക്ക് പാളി നോക്കുന്നുണ്ടായിരുന്നു. മൈക്കിളിന് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. മാത്തച്ഛൻ നിവർന്നിരുന്ന് മൈക്കിളിനെ നോക്കി. കഠിനമായ അന്തസംഘർഷത്തിൻ്റെ നെല്ലുകളും വരകളും ആ വൃത്ത മുഖത്ത് തെളിഞ്ഞു. നിർമ്മല വിവാഹമോചനത്തിന് കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. മസനവും ശാന്തവും കർണാർദ്രവുമായ സ്വരം. എങ്കിലും മൈക്കിളിനത് ഇടിമുഴക്കങ്ങൾ പോലെ തോന്നി. അയാൾ മലച്ചുപോയി. ഡാഡിയുടെ നേർക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് അയാൾ സോഫയിലേക്ക് ചാരി. ഒരൊറ്റ നിമിഷം കൊണ്ട് വീർത്തു കുളിച്ചു. അവൾ പോകാനൊരുങ്ങിയതാണ്. എല്ലാം നീ വന്നിട്ട് മതി എന്ന് ആശ്വസിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഞാൻ. മാത്തച്ഛൻ അസ്വസ്ഥത സഹിക്കവയ്യാതെ എഴുന്നേറ്റു. ആവി അസഹ്യമായിട്ടെന്ന പോലെ നെഞ്ചിലേക്ക് ഊതി. വളരെ പതുക്കെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മൈക്കിളിൻ്റെ ദയനീയവും തകർച്ചയുടെ വേദന നെല്ലിക്കുന്നതുമായ മുഖം അദ്ദേഹം ശ്രദ്ധിച്ചു. നീ അവളോട് നീതി കാണിച്ചിട്ടില്ലെങ്കിൽ അവളെ പോകാൻ അനുവദിക്കുക. ലോകമെല്ലാം അഗ്നിയുടെ പ്രളയത്തിലാണ്ടു പോയതുപോലെ മൈക്കിളിന് തോന്നി. തലച്ചോറിന് തീ പിടിച്ചു. സുബോധം ചോർന്നു വീണു. കോടതിയും ബഹളമൊന്നും കൂടാതെ നിങ്ങൾക്ക് പിരിയാൻ കഴിയുമെങ്കിൽ അത്രയും നന്ന്. നടക്കുന്നത് നിർത്തിയിട്ട് മാത്തച്ഛൻ മകനെ നോക്കി. മൈക്കിളാകെ വിങ്ങി വിയർത്ത് അനേകം ധൂളികളായി പൊട്ടിച്ചിതറിയേക്കുമെന്ന് തോന്നി. മാത്തച്ഛൻ്റെ ഉള്ളും കത്തി ഉരുകിയായിരുന്നു. ഒരേയൊരു മകനാണ്. തലമുറ അന്യം നിന്ന് പോകാതെ കരുതേണ്ടവൻ, തറവാട് നിലനിർത്തേണ്ടവൻ. അവൻ ഇമ്പോർട്ടൻ്റ് ആണത്രേ. ഭർത്താവിൻ്റെ കടമകൾ നിറവേറ്റാൻ കഴിയാത്തവൻ. നിർമ്മലയിൽ നിന്നും അത് കേട്ട നിമിഷം മുതൽ അദ്ദേഹം തീ തിന്നുകയായിരുന്നു. അത് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നിർമ്മലയായതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാനും സാധിച്ചില്ല. എങ്കിലും ഇങ്ങനെ ആശ്വസിക്കാൻ ശ്രമിച്ചു. മൈക്കിൾ അവളെ വേണ്ടത്ര ശ്രദ്ധിക്കാത്തത് കൊണ്ട് പറഞ്ഞതാവും. അല്ലെങ്കിൽ അവൾ ആശിക്കുന്ന വിധത്തിലുള്ള ദാമ്പത്യസുഖം മൈക്കിളിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ട് പറഞ്ഞതാവും. അതുമല്ലെങ്കിൽ ഇതുവരെ ഒരു കുട്ടി ഉണ്ടാകാത്ത വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും. എന്താണ് സത്യമെന്ന് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇപ്പോൾ മൈക്കിളിനോട് അതേക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാനും അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. മൈക്കിളിൻ്റെ കരങ്ങൾ വിറകൊള്ളുന്നത് മത്തച്ഛൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഹൃദയം അലിഞ്ഞു. അദ്ദേഹം സാവധാനം സോഫയിലേക്ക് പിന്നിൽ ചെന്ന് അയാളുടെ ശിരസിൽ കൈവച്ചു. ഒരമ്മയുടെ വാത്സല്യത്തോടെ തഴുകി. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പാവം കുട്ടി. മത്തച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു. ആരൊക്കെ ഉപേക്ഷിച്ചാലും എൻ്റെ മകനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധ്യമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കണ്ടമിടറി. മൈക്കിൾ സ്തംഭിച്ച് കണ്ണുകൾ ഇറക്കി അടിച്ചിരുന്നു. കാൽപെരുമാറ്റം അകന്നകന്നു പോകുന്നത് നേർത്തു കേട്ടു. അല്പം കഴിഞ്ഞൊരു പതിഞ്ഞ സ്വരവും, ഇപ്പോൾ പൊയ്ക്കൊള്ളൂ.
മൈക്കിൾ എഴുന്നേറ്റ് പണിപ്പെട്ട് മുറിയിലേക്ക് നടന്നു. വാതിലടച്ച ശേഷം വാതിൽ ചാരി അയാൾ വളരെ സമയം ഇരുന്നു. നിരാശയും വേദനയും നടുക്കവും അയാളെ ചൂഴ്ന്നു നിന്നിരുന്നു. ഉടനെ എന്തോ തീരുമാനിച്ച മട്ടിൽ അയാൾ നിർമ്മലയുടെ മുറിയിലേക്ക് നടന്നു. അവളുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ടു. വാതിലിൽ മുട്ടുന്നത് കേട്ട് നിർമ്മല വന്ന് വാതിൽ തുറന്നു. മൈക്കിളിനെ കണ്ട് അവൾ അമ്പരന്നു. മൈക്കിൾ മുറിക്കുള്ളിൽ കയറി. നിർമ്മല മാറി നിന്നു. അയാൾ മേശയ്ക്കരികിൽ ചെന്ന് കസേരയിലേക്കിരുന്നു. വളരെ ദൂരം നടന്ന് തളർന്നു വന്ന ഒരുവൻ ഒരഭയം കണ്ടെത്തിയതുപോലെയായിരുന്നു അത്. നിർമ്മല ഉദ്യോഗത്തോടെ അയാളുടെ മുമ്പിലേക്ക് വന്നു. അയാളുടെ മുഖം കണ്ട് നടുങ്ങി. അതൊരു മൃതശരീരത്തിൻ്റെ മുഖം പോലെ തോന്നിച്ചു. മൈക്കിൾ കൈ ഉയർത്തി കസേര ചൂണ്ടിക്കാണിച്ചു. മേശയുടെ അപ്പുറത്ത് അയാൾക്ക് അഭിമുഖമായി നിർമ്മലയിരുന്നു. ഈ സമയമെല്ലാം മൈക്കിൾ അവളെ നോക്കുകയായിരുന്നു. നിർമ്മലയുടെ മനോഹരമായിരുന്ന മുഖം ഇപ്പോൾ വിളറി വെളുത്ത് വരകൾ വീണ് മരവിച്ചിരിക്കുന്നത് പോലെ തോന്നി. അവൾ വളരെയധികം ക്ഷീണിച്ചിരുന്നു. കണ്ണുകൾ താണു പോയിരുന്നു. മേശയ്ക്ക് ഇരുവശവും അവർ മൗനമായിരുന്നു. ഒടുവിൽ മൈക്കിൾ തന്നെ പറഞ്ഞു, ഡാഡി പറഞ്ഞു. അയാളുടെ സ്വരം വിറയാർന്നു. നിർമ്മല വിവാഹമോചനത്തിന് തീരുമാനിച്ചുവെന്ന്, പിരിഞ്ഞു പോവുകയാണെന്ന്. ഉവ്വ്. അവൾ അയാൾക്ക് തണുത്തൊരു ചിരി സമ്മാനിച്ചു. ഇന്നത്തെ പോലെ നിങ്ങൾ എൻ്റെ വാതിലിൽ മുട്ടുന്നതും അകത്തേക്ക് കടന്നു വരുന്നതും കാത്ത് കഴിഞ്ഞ 3 വർഷം ഞാൻ കഴിച്ചുകൂട്ടി. ഇനി എനിക്ക് വയ്യ. ഞാൻ പോവുകയാണ്. നാളെ തന്നെ ഞാൻ പോകും. നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വേദന പുകയുന്ന സ്വരമായിരുന്നു അത്. എങ്ങോട്ട് പോകുന്നു നീ? അയാളുടെ ശബ്ദം വിറച്ചു. അയാളുടെ അടുത്തേക്കാണോ? ജോൺസിൻ്റെ നിന്ദാഗർഭമായ പുഞ്ചിരി അവളുടെ വിളർത്ത ചുണ്ടുകളിൽ നിറഞ്ഞു. നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അവൾ വളരെ പതുക്കെ പറഞ്ഞു, അല്ല, അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ജീവിക്കാൻ അയാൾ പോരാ. ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. ഇനി എനിക്ക് ആരുമില്ലെന്ന് എനിക്കറിയാം. എൻ്റെ മാത്രം നശിച്ച ജീവിതത്തിലേക്ക് എനിക്ക് പോകാമല്ലോ. ആരെയും ഒന്നും എനിക്ക് പ്രതീക്ഷിക്കേണ്ട. അതുതന്നെ ആശ്വാസമാണ്. നിർമ്മലയുടെ മിഴികളിൽ നിന്ന് നീർത്തുള്ളികൾ മേശയുടെ മീതേക്ക് അടർന്നു വീണു. അവൾ പെട്ടെന്നത് മായ്ച്ചു കളഞ്ഞിട്ട് കണ്ണു തുടച്ചു. പിന്നെ മേശമേൽ നഖം കോറിക്കൊണ്ടിരുന്നു. നിർമ്മലേ! വളരെ ശ്രദ്ധിച്ചാൽ മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ അയാൾ വിളിച്ചു. മേശമേലിരിക്കുന്ന അവളുടെ കരങ്ങൾ അയാൾ കടന്നെടുത്തു. അയാളുടെ മുഷ്ടിക്കുള്ളിൽ അവ അമർന്നു ഞെരിഞ്ഞു. നീ പോകരുത്. അവളുടെ കൈത്തലങ്ങൾ കൊണ്ട് തൻ്റെ മുഖം പൊത്തി. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം മരിക്കാതിരുന്നത്. എനിക്കിനിയും പ്രതീക്ഷയുണ്ട്. നീ പോകരുത്. അയാളുടെ നനഞ്ഞ് വിറപൂണ്ട ശബ്ദം അവളുടെ വിരലുകൾക്കുള്ളിൽ തകർന്നുടഞ്ഞു. നിർമ്മല അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി ഏതാനും നിമിഷം ഇരുന്നു. എനിക്ക് പോയേ പറ്റൂ. മേശയിലേക്ക് മുഖമണച്ചവൾ തേങ്ങി. ഞാൻ ഗർഭിണിയാണ്. എനിക്കൊരമ്മയാകണം. തൻ്റെ വിരലുകളെ മുറുകെ പൊതിഞ്ഞിരിക്കുന്ന മൈക്കിളിൻ്റെ മുഷ്ടികൾ അയയുന്നത് അവൾ അറിഞ്ഞു. പിന്നെ സ്വയം കൈകൾ ഉപേക്ഷിക്കപ്പെടുന്നതും അറിഞ്ഞു. അവ മൃതദേഹത്തിൻ്റേതുപോലെ മേശപ്പുറത്ത് കിടന്നു. തേങ്ങലോടെ അവൾ മുഖമുയർത്തി നോക്കി. മൈക്കിൾ വേച്ച് നടന്നകലുന്നത് അവൾ കണ്ടു. അയാളുടെ പുറകിൽ വാതിൽ അടയുകയും ചെയ്തു. നിർമ്മല വീണ്ടും മേശയിലേക്ക് തന്നെ വീണ് കിടന്നു. പൊട്ടിക്കരയണമെന്ന് ആശിച്ചുവെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ എത്രയോ രാത്രികളിലൂടെ അവളുടെ കണ്ണീരെല്ലാം ഒഴുകിപ്പോയിരുന്നു. 3 വർഷത്തെ ദുഃഖഭരിതമായ വിവാഹ ജീവിതത്തിന് ശേഷം നാളെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാം. നിർമ്മല ഓർത്തു. ശപിക്കപ്പെട്ട ഒരു ജീവിതം. ഇടയ്ക്കൊരു തണൽ കണ്ടു. നീർച്ചോല കണ്ടു. ഒടുവിൽ അതും കൊടും വേനലിൽ വറ്റി വരണ്ടുപോയി. എന്തെല്ലാം ആശകളായിരുന്നു! എല്ലാം തകർന്നടിഞ്ഞു. ഇനി ഇതിൽ അവശേഷിച്ചിരിക്കുന്നത് തൻ്റെ ഉദരത്തിൽ രൂപം പൂണ്ടു വരുന്ന ഒരു മനുഷ്യൻ, ഒരു ജീവൻ. അതിനെങ്കിലും ജോൺസിനോട് നന്ദി ഉണ്ടായിരുന്നേ പറ്റൂ. ഒരു ഭാര്യയുടെ എല്ലാ ആനന്ദവും അനുഭവിച്ചുകൊണ്ട് കുറേ നാൾ ജീവിച്ചു. അതിനൊരു സമ്മാനവും ലഭിച്ചു. ഒരു കുഞ്ഞ്. ഇനി അതിനെ പ്രസവിക്കാം, വളർത്താം. അതിനിടയിൽ തൻ്റെ ശാപം കിട്ടിയ ജന്മം തള്ളിവിടാം. നിർമ്മല ദീർഘമായി നിശ്വസിച്ചു. വെളിച്ചമുണ്ടായിരുന്നിട്ടും ഇരുട്ട് കൂടുതലുള്ള രാത്രിയാണിതെന്ന് മൈക്കിളിന് തോന്നി. കയ്യിൽ നിന്നും വഴുതി വീണ ഗ്ലാസ് തപ്പിയെടുത്ത് വീണ്ടും മദ്യം നിറച്ചിട്ട് അയാൾ ചിരിച്ചു. മദ്യം മോന്തുന്നതിനിടയിൽ ചിരിക്കുകയും പിറുപിറുക്കുകയും ചെയ്തു. ചിരിയും പാട്ടും വേറെ കേൾക്കുന്നതായി ഇയാൾക്ക് തോന്നി. ആരൊക്കെയോ ഏറ്റുപാടുകയും ചിരിക്കുകയും ചെയ്യുന്നു. വാദ്യഘോഷങ്ങൾ. വെളുത്ത ഇരുട്ട്. അതോ പച്ചയോ? അല്ല, കറുത്തത്. ചുവന്നതാണ് കരഘോഷം. മൈക്കിൾ വീണ്ടും മദ്യപിച്ചു. പതുക്കെ അയാളും കൈയടച്ചു. ശിരസ് നെഞ്ചിലേക്ക് കനം തൂങ്ങി. ഇടത് കൈകൊണ്ട് അത് നേരെ പിടിച്ചു നിർത്താൻ അയാളൊരു ശ്രമം നടത്തി. പിന്നെ എഴുന്നേറ്റു. പെട്ടെന്ന് വേച്ചു വീണു. വല്ലവിധേനയും വലിഞ്ഞിഴഞ്ഞു ചെന്ന് കിടക്കയിലേറി. നീണ്ടു നിവർന്ന് കിടന്നിട്ട് ജനാലകളിലേക്ക് മാറി മാറി നോക്കി. എല്ലാം അടച്ചില്ലേ? ഊവല്ലോ. ജനാലച്ചില്ലുകളിൽ വെളിച്ചം. അയാൾ വീണ്ടും തലയുയർത്തി.
ജനാലയിൽ നിർമ്മലയുടെ മുഖം, എല്ലാ ചില്ലുകളിലും നിർമ്മലയുടെ മുഖം. താലി ചാർത്താൻ തലകുമ്പിട്ട് ലജ്ജാവിവശിയായി നിൽക്കുന്നു. അവളുടെ മുഖത്തിനെന്തേ ഇത്ര ചുവപ്പ്? കോപിച്ചിരിക്കുകയാണോ? എന്നാലും നിനക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. എനിക്ക് നിന്നെ സ്നേഹമാണ്. പക്ഷെ ഞാൻ തനിച്ചാണെന്ന് അറിഞ്ഞുകൂടെ? അപ്പോൾ അത് നിനക്കറിയാം. എങ്കിലും നിനക്ക് പിരിഞ്ഞു പോകണം. അത് ശരി, നിനക്കൊരമ്മയാകണം. അതിനുവേണ്ടിയായിരുന്നു. അപ്പോൾ അതാണ് കാര്യം. വേണ്ട, നീ കരയുകയൊന്നും വേണ്ട. ചില്ലുകൾ ഉടയുന്നുവോ? തകർന്നു ചിതറുന്നുവോ? എവിടെ നിർമ്മലയുടെ മുഖം? അല്ല, നിർമ്മലയുടെ മുഖമല്ല, പ്രേമയുടെ മുഖം. നീയും കരയുന്നുവോ? സ്റ്റോപ്പ്, നിനക്കിത് വരണം. നീയല്ലേ ഉപേക്ഷിച്ചത്? ചിരിക്കരുത്, നീ ചിരിക്കരുത്. പ്രേമ, ഫ്രിജിഡിറ്റിയൊന്നുമില്ല. ഇല്ല, നീ ചിരിക്കരുത്. ഒന്നല്ല, രണ്ടല്ല, 100 പ്രേമമാർ. ജനാലകളിലും വാതിലുകളിലും മുടിയഴിച്ചിട്ട് കുടഞ്ഞു ചിരിക്കുന്ന പ്രേമമാർ. മുറി നിറയെ മദ്യക്കുപ്പികൾ. അണപൊട്ടിയതുപോലെ മദ്യം പ്രവഹിക്കുന്നു. പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തോടൊപ്പം തെറിച്ചു വീഴുന്ന വേശ്യകൾ. ഞാൻ വരില്ല. ശ്വാസം മുട്ടി എന്ന പോലെ മൈക്കിൾ തല കുടഞ്ഞ് കിടക്കയിൽ കിടന്ന് പുളഞ്ഞു. പിന്നെ ചിരിച്ചു. ഒടുവിൽ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അബോധത്തിലേക്ക് വഴുതി വീണു. നിർമ്മല രാവിലെ ഉണർന്നു. ജനാലയ്ക്ക് വെളിയിലുള്ള പ്രഭാതത്തെ നോക്കിക്കൊണ്ട് കുറേ നേരം കിടന്നു. പിന്നെ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയി. 1 മണിക്കൂറിനുള്ളിൽ പ്രഭാതകൃത്യങ്ങളും കുളിയും എല്ലാം തീർത്തു വന്നു വസ്ത്രങ്ങൾ മാറി. ഇന്ന് മടങ്ങുകയാണ് ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി. അസ്വസ്ഥത അവളെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചിരുന്നു. പെട്ടിക്കുള്ളിൽ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വാതിലിൽ മുട്ടുന്നത് കേട്ട് അവൾ നിവർന്നു. അമ്പരപ്പോടെ അങ്ങോട്ട് നോക്കി. യെസ്, അവൾ ഉത്കണ്ഠയോടെ പറഞ്ഞു. എന്നിട്ട് കട്ടിലിൽ ഇരുന്നു കൊണ്ട് പെട്ടി അടച്ചു. മൈക്കിൾ മുറിയിലേക്ക് കയറി വന്നു. നിർമ്മല സ്തബ്ധയായി. മൈക്കിൾ നിർമ്മലയെയും പെട്ടിയിലേക്കും മാറി മാറി നോക്കി. നടക്കാൻ പഠിക്കുന്ന ശിശുവിനെ പോലെ പണിപ്പെട്ട് കാലുകൾ പെറുക്കി വെച്ച് അയാൾ അവളുടെ മുമ്പിലേക്ക് വന്നു. നിർമ്മല ആ മുഖം കണ്ട് ഞെട്ടി. ആ മുഖം തകർന്ന് ചോര പൊട്ടിയൊഴുകി മുറിയിൽ നിറയുമെന്ന് അവൾക്ക് തോന്നി. അയാൾ എന്തു ചെയ്യാനാണ് ഇത്ര തിടുക്കത്തിൽ അടുത്തേക്ക് വന്നതെന്ന് അവൾ വല്ലാതെ ഭയന്നു. നീ പോകരുത്. മൈക്കിൾ അവസാനത്തെ അഭയം എന്ന പോലെ അവളുടെ തോളിൽ കരങ്ങൾ അർപ്പിച്ചു. നീ എന്നെ ഉപേക്ഷിക്കരുത്, അയാൾ യാചിച്ചു. അയാൾ ഇപ്പോൾ തകർന്നു വീണേക്കുമെന്ന് അവൾക്ക് തോന്നി. അമ്മയാൽ ഉപേക്ഷിക്കപ്പെടുന്ന ശിശുവിനെ പോലെ പേടിയും പകപ്പും വേദനയും മുഖത്ത് തുടിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പോകണം, തേങ്ങലോടെ അവൾ പറഞ്ഞൊപ്പിച്ചു. എനിക്കെൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം, വളർത്തണം. മൈക്കിൾ അവളിലേക്ക് കുറെ കൂടി ചേർന്ന് നിന്നു. നിന്റെ മാത്രമല്ല, ആ കുഞ്ഞ് എൻ്റെയും കൂടിയാണ്. നമുക്കൊന്നിച്ച് ആ കുഞ്ഞിനെ. തൊണ്ടയിടേറിയതിനാൽ അയാൾക്ക് തുടരാൻ കഴിഞ്ഞില്ല. കാറ്റ് വീശും പോലെ തളർന്ന ഒരു സ്വരം അവൾ കേട്ടു. നീ എന്നെ വിട്ടുപോകരുത്. നിർമ്മല അയാളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അവിടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തിളക്കം അവൾ കണ്ടു. ദയനീയവും യാചനാനിർഭരവുമായ ആഗ്രഹം കണ്ടു. പ്രതീക്ഷകൾ കണ്ടു. അവളുടെ കവിളുകൾ വിറച്ചു, ചുണ്ടുകൾ വിതുമ്പി. പൊടുന്നിനെ വാവിട്ട് കരഞ്ഞുകൊണ്ട് അവൾ ആ കൈത്തണ്ടയിലേക്ക് തല ചായ്ച്ചു. മൈക്കിളിൻ്റെ കരങ്ങൾ അവളെ ഗാഢമായി ആശ്ലേഷിച്ചു. അയാൾ കുനിഞ്ഞ് തൻ്റെ കണ്ണുനീരിറ്റു വീണ ആ മൂർധാവിൽ ഒരു ഉമ്മ നൽകി. അവസാനം ഞാൻ തനിച്ചായി. ജോൺസ് ഓർത്തു. എല്ലാവരെയും ഉപേക്ഷിച്ചു പോയി, ഒറ്റപ്പെടുത്തി. കഴിഞ്ഞ സംഭവങ്ങൾ അയാളുടെ ശരീരത്തെയും മനസ്സിനെയും വല്ലാതെ തകർത്തിരുന്നു. ആത്മഹത്യാശ്രമം വിജയിച്ചിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി അഭിലഷിച്ചു. പരാജയത്തിൻ്റെ ലജ്ജയും ജാളിതയും അപകർഷതാബോധവും അയാളുടെ ആത്മാവിനെ ഞെരുക്കി. ജീവിതത്തോട് മടുപ്പും വിരക്തിയും എല്ലായ്പ്പോഴും അയാളുടെ മുഖത്ത് തങ്ങി നിന്നു. സദാ ഉന്മേഷശൂന്യനായി കാണപ്പെട്ടു. എല്ലാം കൈവിട്ടു പോയത് ജോൺസ് മനസ്സിലാക്കി. ഒടുവിൽ നിർമ്മലയും പിരിഞ്ഞുപോയി. എല്ലാവരെയും ഉപേക്ഷിക്കാൻ ശ്രമിച്ച അയാൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഭയങ്കരമായ ശൂന്യത, അതിന് നടുക്കുന്ന മുഴക്കം. മരിക്കുന്നതായിരുന്നു നല്ലത്. പക്ഷെ അവൾ വന്ന് രക്ഷപ്പെടുത്തി, ജീവിതം തിരിച്ചു തന്നു. എന്നിട്ട് വഴിപിരിഞ്ഞ് ഓടിപ്പോവുകയും ചെയ്തു. തൻ്റെ മരണത്തിൽ മറ്റുള്ളവർക്കുണ്ടാകുമായിരുന്ന അനുകമ്പ പോലും നഷ്ടമായി. പകരം അവഹേളനയും നിന്ദയും അപമാനവും ഏകാന്തതയും മാത്രം. നിർമ്മല വെറുക്കുകയും ശപിക്കുകയും ചെയ്യുന്നുണ്ടാവുമോ? അതോ ഹൃദയം പൊട്ടി കരയുകയോ? നിർമ്മലയെ എങ്ങനെ മറക്കാൻ കഴിയും? അവൾ മനസ്സും ശരീരവും സ്നേഹവും നൽകി. ഒടുവിൽ ജീവനും മടക്കി തന്നു. വീട്ടിലറിഞ്ഞിരുന്നെങ്കിൽ എന്താണ് ഉണ്ടാകുമായിരുന്നത്? അതുപോലെ തന്നെ പോലീസ് കേസിൽ നിന്നും ഒഴിവാക്കിയില്ലേ? അവൾ രഹസ്യമായി എല്ലാം കൈകാര്യം ചെയ്തു. ഹോസ്പിറ്റലിലും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി എത്രയധികം പണം അവൾ തനിക്കായി ചെലവഴിച്ചിട്ടുണ്ടാവും. ഒടുവിൽ തൻ്റെ ഉള്ളിലെ ആഗ്രഹം പോലെ യാത്ര പറഞ്ഞ് പിരിയുകയും ചെയ്തു. അവൾ ആരാണ്? ഏറ്റവും ഒടുവിൽ അനാഥനായത് താൻ. ആരുമില്ല കൂട്ടിന്. ഈ നിരാശ, ഈ വേദന, ഈ വിരക്തി എല്ലാം ഞാൻ അർപ്പിക്കുന്നു. അയാളുടെ ആത്മാവിൽ വേദനയുടെ ശിലാക്കൾ ഉരുകി വീണുകൊണ്ടിരുന്നു.
ജീവിതം വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്ന ഒരു പാഴ്ത്തടിയായ ഇയാളുടെ ജന്മം. ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു ശിശുവിനെ പോലെ അയാൾ പകച്ചു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ഉടൻ ജോൺസ് വാടക വീട്ടിലേക്കാണ് പോയത്. വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് വീട്ടുടമ ആവശ്യപ്പെട്ടതനുസരിച്ച് അയാൾ നഗരത്തിലെ ഒരു ലോഡ്ജിലേക്ക് താൽക്കാലികമായി താമസം മാറ്റുകയും ചെയ്തു. വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങിയതോടെ ജീവിതത്തിന്റെ വിരസത കുറേയൊക്കെ അകറ്റാൻ കഴിഞ്ഞു. എങ്കിലും ഏകാന്തതയിൽ ഇരുന്ന് സ്വയം കുറ്റപ്പെടുത്തുന്ന ചിന്തകൾ കൊണ്ട് തന്നെത്താൻ പീഡിപ്പിക്കുന്നതിൽ അയാൾ ആനന്ദം കണ്ടെത്തി. അയാളുടെ ദിവസങ്ങൾ യാന്ത്രികമായി കടന്നുപോയി. ഈസ്റ്റർ വരികയാണ്. വീട്ടിൽ നിന്നും കത്ത് വന്നിരിക്കുന്നു. അവധിയെടുത്ത് നേരത്തെ വീട്ടിൽ ചെല്ലണമെന്ന്. പോകേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചുവെങ്കിലും പിന്നീട് അത് തിരുത്തി. താൻ ചെന്നില്ലെങ്കിൽ അപ്പൻ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നേക്കും. കൂടിയാൽ 1 മാസം കൂടി ഈ നഗരത്തിൽ ജോലി ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ ഹൈറേഞ്ചിലേക്ക് തന്നെ മാറ്റം കിട്ടും. അപ്പോൾ പ്രശാന്തവും പ്രതീക്ഷാനിർഭരവും സമാധാനപൂർണവുമായിരുന്ന തൻ്റെ ഹൃദയത്തെ ചവിട്ടിത്തേക്കുകയും പാപത്തിലേക്ക് വലിച്ചിഴക്കുകയും അശാന്തിയിൽ മുക്കിത്താഴ്ത്തുകയും ജീവിതത്തെ വിരക്തവും ശൂന്യവുമാക്കി തീർക്കുകയും ചെയ്ത നഗരത്തോട് തനിക്ക് വിട പറയാം. ജോൺസ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ബീനയാണ് ആദ്യം കണ്ടത്. അവൾ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് അപ്പനും അമ്മയും ചേച്ചിയും ഉത്സാഹത്തോടെ തിണ്ണയിലേക്ക് വന്ന് അയാളെ എതിരേറ്റു. അമ്മയ്ക്ക് 2 ദിവസം നേരത്തെ അയാൾ വരാത്തതിലാണ് പരിഭവം. ജോൺസ് ക്ഷീണിച്ച് അവശനായിരിക്കുന്നത് കണ്ട് സെലീന അന്താളിച്ചു. ഒരു പനിയും ചുമയും പിടിപെട്ടതിനാലാണ് ക്ഷീണിച്ചു പോയതെന്ന് പറഞ്ഞ് അയാൾ രക്ഷപ്പെട്ടു. ബീന അയാളുടെ പെട്ടിയും എടുത്ത് അകത്തേക്ക് പോയി. വീട്ടിലൊരു ഉത്സവത്തിൻ്റെ പ്രതീതി. രാത്രിയിൽ എല്ലാവരും വട്ടം കൂടിയിരുന്ന് സംസാരിച്ചു. ജോൺസിൻ്റെ ജോലിക്കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ. 1 മാസം കഴിഞ്ഞാൽ എനിക്ക് കട്ടപ്പനയിലുള്ള ഓഫീസിലേക്ക് മാറ്റം കിട്ടും. പിന്നെ ഇവിടുന്ന് തന്നെ ബസ്സിൽ ജോലിക്ക് പോയി വരാം, ജോൺസ് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു കാര്യമാണത്. ജോൺസ് എപ്പോഴും തങ്ങളുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാകുമല്ലോ. പെസഹായ്ക്കുള്ള ചട്ടവട്ടങ്ങളെ സംബന്ധിച്ചും അവർ സംസാരിച്ചു. ഒടുവിൽ ജോൺസ് ഉറങ്ങാനായി പോയി. അയാൾ നന്നേ ക്ഷീണിതനായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ മുതൽ വല്ലാത്ത മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടുന്നു. കുടുംബാംഗങ്ങളുടെ മുഖത്തു നോക്കാൻ ജാള്യത. അവരുടെ ഈ സ്നേഹപ്രകടനങ്ങൾക്ക് താൻ അർഹനല്ല എന്നൊരു തോന്നൽ. ഇവരുടെ സ്നേഹമെല്ലാം ഉപേക്ഷിച്ച് ഇവരെയെല്ലാം നിത്യമായ വേദനയിലേക്ക് തള്ളിവിടാൻ വേണ്ടിയാണല്ലോ താൻ ആത്മഹത്യ ചെയ്യാൻ പോയത് എന്നോർത്തപ്പോൾ അയാൾ ചൂളിപ്പിടഞ്ഞു. ഭയങ്കരമായ ഒരു പാപം താൻ ഇവരോട് ചെയ്തിരിക്കുന്നു. അത് മറച്ചു വെച്ചുകൊണ്ട് അവരുടെ സ്നേഹം സ്വീകരിക്കുകയും ചെയ്യുന്നു. അയാൾ തലയിണയിൽ മുഖമമർത്തി വിങ്ങി പൊട്ടി. തീവ്രമായ കുറ്റബോധത്തിന്റെ വീർപ്പുമുട്ടലിൽ അയാളുടെ ഹൃദയം നനഞ്ഞു കുതിർന്നലിഞ്ഞു. അടക്കി വെച്ചിരുന്ന ദുഃഖമത്രയും കണ്ണീർച്ചാലുകളായി ഒഴുകി തലയണയെ നനച്ചു. രാത്രി വളരെ വൈകി അയാൾ ഉറങ്ങി. പുലർച്ചയ്ക്ക് തന്നെ ഉണർന്നു. തട്ടിക്കുടഞ്ഞെഴുന്നേറ്റ് മുറ്റത്തിറങ്ങി. മലമ്പള്ളങ്ങളിലും താഴ്വാരങ്ങളിലും സമതലങ്ങളിലുമെല്ലാം വെള്ളക്കമ്പളം വലിച്ച് ചുളുക്കിട്ടതുപോലെ മഞ്ഞ് വ്യാപിച്ചു കിടന്നിരുന്നു. അതിനുള്ളിൽ നിന്ന് ഉച്ചത്തിൽ ചിലച്ചുകൊണ്ട് പക്ഷികൾ പുറത്തേക്ക് പറന്നുയർന്നുകൊണ്ടിരുന്നു. മലയ്ക്കുമീതെ സൂര്യൻ ഉദിച്ചതോടെ മഞ്ഞ് കുന്നുകളിലേക്ക് ഇഴഞ്ഞു കയറാൻ തുടങ്ങി. ചെറിയ ചെറിയ പടലങ്ങൾ കാറ്റിൽ ഊതിപ്പറന്ന് നീങ്ങിക്കൊണ്ടിരുന്നു. കാറ്റിനൊപ്പം ആ മഞ്ഞിൻ്റെ തണുപ്പ് ആത്മാവിലേക്ക് കടക്കുന്നത് പോലെ തോന്നി. ജോൺസിന് കുളിര് പോരി. ഇപ്പോൾ സ്വന്തം നാട്ടിലെ ഈ തെളിഞ്ഞ പ്രഭാതത്തിൻ്റെ ശാന്തവും അഗാധവുമായ ഗാംഭീര്യത്തിന് മുമ്പിൽ നിർനിമേഷം നിൽക്കുമ്പോൾ മനസ്സിനൊരു തെളിച്ചം വീണതുപോലെ തോന്നുന്നു. ഈ മലകളും കൊച്ചു കൊച്ചു താഴ്വരകളും ഇളങ്കാറ്റും താഴെ ഊറിയൊഴുകുന്ന തോടും എന്തെന്ത് സ്മരണകളുടെ പൂക്കളങ്ങൾ എഴുതുന്നു മനസ്സിൽ. നഗരത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിൻ്റെ കൈത്തിരികൾ എമ്പാടും ഭൂമുഖത്തേക്ക് പൊടുന്നനെ പറന്നു വീണതുപോലെ തോന്നുന്നു. ശൂന്യതയിൽ നിന്ന് ധന്യതയിലേക്ക് ചുവട് വെച്ചതുപോലെ അവാച്യമായൊരു അനുഭൂതി. ഒരു മൂളിപ്പാട്ടും പാടി കൊച്ചുകുട്ടിയെപ്പോലെ തുള്ളിയോടാനുള്ള ഉന്മേഷം. രാവിലെ മുതൽ ചേച്ചിയും ബീനയും കൂടി പെസക ഒരുക്കാനുള്ള ജോലികൾ ആരംഭിച്ചിരിക്കുന്നു. ഉരലിൽ അരിയിടിക്കുകയും മറ്റും ചെയ്യുന്ന ശബ്ദം. നാളെയാണ് പെസക. ജോൺസ് പറമ്പിലൂടെ ഇറങ്ങി നടന്നു. അപ്പൻ ഇപ്പോഴും കഠിനമായി അധ്വാനിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് തഴച്ചു നിൽക്കുന്ന വാഴയും കപ്പയും കാച്ചിലും എല്ലാം. പറമ്പെല്ലാം കാട് ചെത്തി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിച്ച ശേഷം ഒന്ന് മയങ്ങാമെന്ന് കരുതി ജോൺസ് തൻ്റെ മുറിയിലേക്ക് പോന്നു. അല്പം കഴിഞ്ഞപ്പോൾ സെലീന മുറിയിലെത്തി. അവൾ ആ കട്ടിലിൽ അയാളുടെ അടുത്തായിരുന്നു. അനുകമ്പയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചിക്ക് എന്തോ പറയാനുണ്ടെന്ന് ജോൺസിന് തോന്നി. അയാളുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മനസ്സ് വിഷമിച്ചുകൊണ്ടിരുന്നാൽ ആർക്കെങ്കിലും ഉണ്ടോ നേട്ടം? രണ്ടുപേരെയും കണ്ടാൽ എല്ലും തോലുമായി. ആരുടെ കാര്യമാണ് ചേച്ചി പറയുന്നത്? നിന്റെയും സാലിയുടെയും. ഞാൻ ആരെയും തടയുന്നില്ലല്ലോ. അവൾ വേറെ വിവാഹം കഴിച്ചുകൊള്ളട്ടെ, എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് വേണ്ടി അവൾ മനസ്സ് വിഷമിപ്പിക്കുകയും വേണ്ട. എന്നോട് എന്തിനാ ഈ നുണയൊക്കെ പറയുന്നത്? വിഷമമില്ല പോലും. നിങ്ങൾ രണ്ടാളുടെയും മനസ്സ് ഈ ചേച്ചിക്ക് അറിയാം. ജോൺസ് ഒന്നും മിണ്ടിയില്ല.
ചാക്കോച്ചൻ ഇപ്പോൾ നിന്നെ കൊണ്ട് സാരിയെ കെട്ടിക്കണമെന്നുണ്ട്. 2-3 തവണ ഇവിടെ വന്ന് പറഞ്ഞു. അവർ വലിയ മനപ്രയാസത്തിലാ. എങ്ങനെയെങ്കിലും സാലിയുടെ കല്യാണം ഒന്ന് നടന്നു കണ്ടാൽ മതിയെന്നേ അവർക്കുള്ളൂ. അവരെ ആവുന്നതുപോലെ സാലിയോട് നിർബന്ധിച്ചു പറഞ്ഞു ജോൺസുമായുള്ള കല്യാണത്തിനെങ്കിലും സമ്മതിക്കാൻ. പക്ഷെ അവൾക്ക് ഈ ജന്മം കല്യാണം വേണ്ടെന്ന് പറയുന്നു. ഞാനും ഒരു ദിവസം അവളോട് പറഞ്ഞു, ജോൺസിന് മുമ്പ് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണെന്നും കൂടുതലും തെറ്റിദ്ധാരണയാണെന്നും അതുകൊണ്ട് കല്യാണത്തിന് സമ്മതിക്കാനും വെറുതെ ദുഃഖിച്ച് രണ്ടുപേരുടെയും ജീവിതം പാഴാക്കരുതെന്നും ഒക്കെ. എന്നിട്ട് അവൾ ഒരക്ഷരം മിണ്ടിയില്ല. ആണുങ്ങളാകുമ്പോൾ ആരോടെങ്കിലും മിണ്ടിയെന്നോ അടുപ്പം കാണിച്ചെന്നോ ഒക്കെ ഇരിക്കും. അതിന് അവൾ ഇത്രയും മുഖം വീർപ്പിക്കാനുണ്ടോ? നിനക്കെന്താ വേറെ പെണ്ണ് കിട്ടുകയില്ലേ? ചേച്ചിയൊന്നും മിണ്ടാതിരിക്കാവോ? ജോൺസ് അസൂയതയോടെ പറഞ്ഞു. അല്ലേ, ഞാൻ പറയുന്നത് നേരല്ലേ? അവളെ കുറ്റപ്പെടുത്തുമ്പോൾ നിനക്കെന്താ ഇത്ര ശ്വാസം മുട്ടല്? അവളുടെ ദുർവാശിയല്ലേ കാണുന്നത്? അല്ല, സകല തെറ്റും എൻ്റേതാണ്. സകലതും, എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്ര വാശി കാണിക്കാൻ എന്തുണ്ടായി? അത് ചേച്ചിക്ക് മനസ്സിലാവുകയില്ല. സെലീന ജോൺസിൻ്റെ മുഖത്തേക്ക് തന്നെ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ നെടുവീർപ്പോടെ എഴുന്നേറ്റ് പോയി. ജോൺസിൻ്റെ ഉള്ളിൽ വീണ്ടും അസ്വസ്ഥത നിറഞ്ഞു. ആത്മവേദനയോടെ അയാൾ സാലിയെക്കുറിച്ച് ഓർത്തു. താൻ നോവിച്ചു വിട്ട മനസ്സ്, താൻ തകർത്തു കളഞ്ഞ ഹൃദയം. അയാൾ നിശബ്ദമായി വിലപിച്ചു. വൈകുന്നേരം ജോൺസ് കുളിക്കാൻ ഇറങ്ങി. ചാക്കോച്ചൻ്റെ വീടിന് താഴെ എത്തിയപ്പോൾ സാലിയുടെ അമ്മ വിളിച്ചു. ജോൺസ്, ഇങ്ങോട്ടൊന്ന് വരാമോ? ജോൺസ് ആദ്യമൊന്ന് അന്താളിച്ചു. സംശയത്തോടെ അവരെ നോക്കി. അയാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് എന്നോണം അമ്മ പറഞ്ഞു, സാലി പള്ളിയിൽ പോയിരിക്കുകയാണ് കുമ്പസാരിക്കാൻ. ജോൺസ് ആശ്വാസത്തോടെ കയറി ചെന്നു. അയാളോട് ബെഞ്ചിലിരിക്കാൻ പറഞ്ഞിട്ട് അമ്മ അകത്ത് എന്ന് കാപ്പി എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. അവർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുശലങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അമ്മ വിഷയം എടുത്തിട്ടു. സാലിക്ക് വന്ന മാറ്റത്തെക്കുറിച്ച്, അതിൽ അവർക്കുള്ള ദുഃഖത്തെക്കുറിച്ചുമാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. എൻ്റെ ജോൺസേ, അവളുടെ കാര്യം എന്ത് കഷ്ടമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര നല്ല ആലോചനകൾ വന്നതാ അവൾക്ക് വേണ്ട. എന്നാൽ നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടത്താമെന്ന് പറഞ്ഞു. പണ്ടേ തീരുമാനിച്ചിരുന്നതല്ലേ? അതും അവൾക്ക് വേണ്ട. ഒരു ജീവനെ പോലെ കഴിഞ്ഞവരല്ലേ നിങ്ങൾ? ഇപ്പോൾ രണ്ടുപേരും മിണ്ടാട്ടം പോലുമില്ല. ഇത് കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊടിയുകയാ. അവരുടെ കണ്ടമിടറി. കരച്ചിൽ വന്നു. കണ്ണു തുടച്ച് മൂക്കും ചീറ്റിക്കൊണ്ട് അവർ തുടർന്നു. ഞങ്ങൾ എന്ത് ചെയ്യും ജോൺസേ? ഒരേയൊരു മകളല്ലേ? അവളുടെ ഗതി ഇങ്ങനെയായല്ലോ. അവർ വീണ്ടും കരയുകയും പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ജോൺസിനെ കാണുമ്പോൾ അവളോടൊന്ന് പറയണം, ഏതെങ്കിലും ഒരു കല്യാണത്തിന് സമ്മതിക്കാൻ. ജോൺസ് പറഞ്ഞാൽ അവൾ കേൾക്കും. ജോൺസിന് വിഷമത്തെക്കാൾ ഏറെ കുറ്റബോധം തോന്നി. ഞാൻ ശ്രമിക്കാം, അയാൾ പറഞ്ഞു. അയാൾ പോകാനായി എഴുന്നേറ്റപ്പോൾ സാലി കയറി വരുന്നത് കണ്ടു. ജോൺസ് സ്തബ്ധനായി നിന്നു. സാലിയുടെ മുഖത്തേക്കൊന്ന് നോക്കാനേ കഴിഞ്ഞുള്ളൂ. ഹൃദയം അലമുറയിട്ട് കരഞ്ഞു. പഴയ സാലിയാണോ ഇത്? ചടച്ചു വിളറിയ ഒരു രൂപം. ഓജസ്സും തിളക്കവും പ്രകാശവും പ്രസരിപ്പും എല്ലാം നശിച്ച രൂപം. അവൾക്ക് വളരെയധികം പ്രയാസമുണ്ടെന്ന് തോന്നി. ജോൺസ് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അയാൾ തോട്ടിൽ പാറമേൽ ചെന്നിരുന്നു. സാലിയുടെ മുഖം വീണ്ടും വീണ്ടും മനസ്സിൽ തെളിഞ്ഞു. അയാൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയം പൊടിഞ്ഞു നിറങ്ങുന്നതുപോലെ അനുഭവപ്പെട്ടു. കുറ്റബോധത്തിൻ്റെ ചില്ലുചീളുകൾ ആത്മാവിലേക്ക് തറച്ചു കയറി. ദൈവമേ, അവൾ എങ്ങനെ മാറിപ്പോയി! ഒരു പ്രേതം കണക്കെ. എല്ലാറ്റിനും താനാണ് ഉത്തരവാദി. താൻ ഒരുത്തൻ. 100 കഷ്ണങ്ങളായി സ്വയം കൊത്തിയെരിഞ്ഞെറിഞ്ഞു കളയാൻ അയാൾ വെമ്പൽ പൂണ്ടു. എന്തുകൊണ്ട് താനെന്ന് മരിച്ചില്ല? എന്തിനു പിന്നെയും ജീവിച്ചു? മരിച്ചാൽ മതിയായിരുന്നു, അത് മതിയായിരുന്നു. കാൽമുട്ടുകൾക്കിടയിൽ മുഖം പൂഴ്ത്തിയിരുന്ന അയാൾ തേങ്ങി. കുറ്റബോധത്തിൽ ഉരുകി സ്വയം മറന്ന് സന്ധ്യ വരെ അയാൾ അങ്ങനെ ഇരുന്നു. പിന്നെ എഴുന്നേറ്റ് കുളിച്ചു. വെള്ളത്തിൽ മുങ്ങി എഴുന്നേറ്റപ്പോൾ മനസ്സിൽ സ്മരണകളുടെ ഓളങ്ങൾ ഇളകി. ഓർമ്മകൾക്ക് ശീതളിമ. പോയ കാലം ജനാലയിലൂടെ കടന്നു വരുന്ന ഓണനിലാവ് പോലെ ഉള്ളിൽ കുളിരുപാകുന്നു. കുഞ്ഞിക്കിളി ചിലയ്ക്കുന്നു. പന്തയം വെക്കുന്നോ? ആരാ കൂടുതൽ നേരം മുങ്ങിക്കിടക്കണേന്ന്? നീ ആദ്യം മുങ്ങ്, ഞാൻ എണ്ണാം. അവൾ മുങ്ങുന്നു. 1, 2, 3. താൻ പതുക്കെ എണ്ണുന്നു. ശ്വാസം മുട്ടി പൊളഞ്ഞ് അവൾ തല ഉയർത്തുന്നു. ഇതുപോലെ ചോദിച്ചു, എത്രയാ? 21. പിന്നെ താൻ മുങ്ങുന്നു. അവൾ വേഗത്തിൽ എണ്ണുന്നു. അവൾക്ക് കള്ളത്തരം അറിയില്ല. എത്രയാടി? 36. ഞാനാ കൂടുതൽ നേരം മുങ്ങിക്കിടന്നത്. ഞാൻ മുങ്ങിയപ്പോൾ ചെറുക്കൻ പതുക്കി എണ്ണിയിട്ടല്ലേ? അവൾ പിണക്കം നടിക്കുന്നു. ജോൺസ് പരവശതയോടെ നിന്നു. കഴിഞ്ഞുപോയ രംഗങ്ങളെല്ലാം വീണ്ടും കാണുന്നത് പോലെ തോന്നി. ജോൺസ് കുളി കഴിഞ്ഞ് വീട്ടിലെത്തി. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോഴും സാലിയുടെ ദയനീയമായ രൂപം മനസ്സിൽ തെളിഞ്ഞു നിന്നിരുന്നു. രാവിലെ സെലീന അയാളെ വിളിച്ചുണർത്തി. എടെ എഴുന്നേൽക്ക്, പള്ളിയിൽ പോകണ്ടേ? നീ കുമ്പസാരിച്ചില്ലല്ലോ. കുർബാനയ്ക്ക് മുമ്പേ നേരത്തെ ചെന്ന് കുമ്പസാരിക്ക്. ജോൺസ് എഴുന്നേറ്റ് പള്ളിയിൽ പോകാനൊരുങ്ങി. ബീനയോടൊപ്പം പള്ളിയിലേക്ക് പോയി. പെസഹ തിരുനാൾ ദിവസമാണ്.
പള്ളിയിൽ ചെന്ന് കുമ്പസാരിച്ചു. ചടങ്ങുകളിലെല്ലാം പങ്കുകൊണ്ടു. ദിവ്യബലിയിൽ സംബന്ധിച്ചു. എല്ലാം കഴിഞ്ഞ് ആളുകളോടൊപ്പം ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മനസ്സ് നിറഞ്ഞു തുളുമ്പുന്നതായി തോന്നി. പണ്ട് വേദപാഠ പുസ്തകവുമായി പള്ളിയിൽ വരികയും മിഷൻ ലീഗിലും മറ്റ് സജീവമായി പ്രവർത്തിക്കുകയും ചുവന്ന ഗൗണിട്ടുകൊണ്ട് പുരോഹിതന്റെ സഹായിയായി ദിവ്യബലിയിൽ പങ്കുകൊള്ളുകയും ചെയ്തിരുന്ന പഴയ ജോൺസ് തന്നെ താൻ. ഇന്ന് ഞാനൊരു ശിശുവിനെ പോലെ പുനർജനിച്ചു. എൻ്റെ മനസ്സിന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. യോർദാൻ നദിയുടെ കൊച്ചോളങ്ങളിലും മലരികളിലും നൂപുരങ്ങളും തൻ്റെ മനസ്സിൽ പതിഞ്ഞു കുറുകുന്നു. യെരുസലേമിൻ്റെ കാരുണ്യവും വിശുദ്ധിയും തൻ്റെ മനസ്സിനെ തഴുകിപ്പോകുന്നു. പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോൾ സാലിയെ കണ്ടു. അവൾ വളരെ പിറകിലാണ്. അവൾ തനിച്ച് സാവധാനം നടന്നു വരുന്നു. വെള്ളസാരി കൊണ്ട് തല മൂടി പൊതിച്ച് മുഖം കുനിച്ച് ഏകാന്തതയുടെ ശ്മശാനത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദുഃഖകന്യകയെപ്പോലെ. അവളെ നോക്കാൻ പോലും തനിക്ക് അർഹതയില്ല. വിശുദ്ധിയെല്ലാം പാപത്തിൻ്റെ ചേറിൽ പൂഴ്ത്തി വെച്ചവൻ. ജോൺസ് കുന്നിറങ്ങി. കാപ്പിത്തോട്ടത്തിലെ കയ്യാലിയിൽ ചാരി അയാൾ കാത്തു നിന്നു. തന്നെ കണ്ടതോടെ അവൾ വേഗത കുറച്ചെന്ന് തോന്നി. സാവധാനം സംശയിച്ച് വരുന്നത് പോലെ അടുത്തു വന്നു. ജോൺസിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ താഴേക്കിറങ്ങി. സാലി, വളരെ പണിപ്പെട്ട് ജോൺസ് വിളിച്ചു. സാലി നിന്നുവെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് സാലിക്ക് സ്വസ്ഥത കിട്ടിയില്ല. ഇനിയും വളരെ ദൂരം നടക്കാനുണ്ട് എന്നൊരു തോന്നല്. അവൾക്ക് കരയണമെന്നോ ചിരിക്കണമെന്നോ തോന്നി. രണ്ടിനും കഴിഞ്ഞില്ല. അവൾ അസ്വസ്ഥത കൊണ്ട് കുളഞ്ഞു. എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അവൾ തോട്ടിൽ പോയി വസ്ത്രങ്ങൾ അലക്കി, മുറികളെല്ലാം തൂത്ത് വൃത്തിയാക്കി, ജോലികളെല്ലാം ചെയ്തു തീർത്തു. എന്നിട്ടും അസ്വസ്ഥതയ്ക്ക് ശമനമില്ല. സാലി കട്ടിലിൽ പോയി കിടന്നു. തലവേദനയാണോ? അല്ല. ജോൺസ് തന്നോട് സംസാരിച്ചു ഇന്ന്, മാസങ്ങൾക്ക് ശേഷം. അതിന് താനെന്തിന് അസ്വസ്ഥതയാകുന്നു? അയാൾ എന്തെങ്കിലുമോ പറയട്ടെ. ഒരു മാന്യൻ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. വേറെ കല്യാണം കഴിക്കണമത്രേ. എനിക്ക് മനസ്സില്ല. അവൾ ചുണ്ട് കടിച്ച് വീർപ്പടക്കി. മാപ്പ് ചോദിക്കാൻ അർഹനല്ലത്രേ. താൻ വിഷമിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല പോലും. പക്ഷേ ആൾ വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. അവൾ അയാളുടെ മുഖം സങ്കല്പിച്ച് നോക്കി. കണ്ണുതാണ് കവിളൊട്ടിയൊരു കോലം. അങ്ങനെ വേണം. വേദനിക്കട്ടെ, ദുഃഖിക്കട്ടെ, മനസ്സ് നൊന്ത് കരയട്ടെ, നീറി മരിക്കട്ടെ. എന്നെ വഞ്ചിച്ചിട്ട് കഴിഞ്ഞ ക്രിസ്മസിന് കൂടി വാഗ്ദാനം നൽകിയതാണ്. നിനക്കുള്ളതെല്ലാം എനിക്കും, എനിക്കുള്ളതെല്ലാം നിനക്കും. എന്നിട്ട് എന്താണ് ചെയ്തത്? ജീവൻ്റെ ജീവനായി സ്നേഹിക്കുകയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയും ചെയ്ത പെണ്ണിനെ മറന്നു. സാലിയുടെ കണ്ണുകളിൽ ഈർപ്പം പൊടിഞ്ഞു. തൊണ്ടയിൽ നനവ്. അവൾ കണ്ണീരടക്കി വിഴുങ്ങി. എന്നാലും ജോൺസ് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. എത്രയൊക്കെ ബലഹീനനായാലും സ്നേഹം നൽകിയ പെണ്ണിനെ മറന്നിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ പകരം വീട്ടാൻ മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ജോൺസിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ എങ്ങനെ എക്കാലവും ഇങ്ങനെ കന്യകയായി നിന്നുകൊള്ളാം? ക്ഷീണിച്ചു തളർന്ന മുഖം. ജീവിതത്തിൽ തെറ്റുപറ്റാത്തവരുണ്ടോ? സംഭവിച്ചു പോയത്രേ. ഒരു സ്ത്രീ പ്രേരിപ്പിച്ചാൽ ഉടൻ ചെന്ന് കാൽക്കൽ വീഴുകയാണോ എല്ലാ പുരുഷന്മാരും ചെയ്യുന്നത്? മാംസത്തിൻ്റെ വിളി സഹിച്ചില്ല, അതാണ് കാര്യം. അത്രയ്ക്കുള്ള സ്നേഹമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, സ്നേഹവും പശ്ചാത്താപവും ഉണ്ടായിട്ടല്ല. ചെയ്ത തെറ്റ് തന്നോട് മാത്രമേ ഏറ്റു പറഞ്ഞത്. അല്ലെങ്കിൽ നുണ പറഞ്ഞ് വഞ്ചിക്കുകയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. തന്നോട് സംസാരിച്ചല്ലോ. മാപ്പ് ചോദിക്കാൻ കൂടി എനിക്ക് അർഹതയില്ല. വേദനയിൽ കുതിർന്ന സ്വരം. അവളുടെ ഉള്ളിൽ അലിവിൻ്റെ ഉറവകൾ പൊട്ടി. വേണ്ട, അലിവ് തോന്നാൻ പാടില്ല. സ്നേഹത്തെ കുരുതി കൊടുത്തവനാണ്. തന്നോട് ദുഷ്ടത പ്രവർത്തിച്ചവനാണ് നീചൻ. ഇല്ല, ഞാൻ ക്ഷമിക്കുകയില്ല. എന്നെ വഞ്ചിച്ചിട്ട്, എന്നെ മറന്നിട്ട് മറ്റൊരുവളുടെ കൂടെ എല്ലാം മറക്കണമെന്ന് വിചാരിച്ചതാണ്. നിർവികാരമായ ഒരു ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു. പകൽ അവൾ ഒന്നും കഴിച്ചില്ല. തലവേദനയാണെന്നും പറഞ്ഞു കിടന്നു. രാത്രിയിൽ അമ്മ നിർബന്ധിച്ച് ഊണ് കഴിപ്പിക്കാൻ കൊണ്ടുപോയി. അവൾ വെറുതെ ഉരുട്ടിക്കൊണ്ടിരുന്നു. ജോൺസിൻ്റെ കൂടെ ഇരുന്ന് എത്രയോ പ്രാവശ്യം ഊണ് കഴിച്ചിട്ടുണ്ടെന്ന് അവൾ ഓർത്തു. പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നിച്ചിരുന്നാണ് ഉണ്ടിരുന്നത്. കറികൾ പരസ്പരം പങ്കുവെക്കും. ജോൺസ് തൻ്റെ കറി കൂടി വാരി തിന്നു കളയും. ഒരിക്കലൊരു പനി പറ്റിച്ചു. താൻ കറി കൊണ്ടുപോയില്ല. ജോൺസ് പാത്രം തുറന്നപ്പോൾ ചിരി അടക്കാൻ പാടുപെട്ടു. ജോൺസ് നോക്കിയപ്പോൾ തൻ്റെ ചോറ്റുപാത്രത്തിൽ കറിയില്ല. അന്നേരം ചെറുക്കൻ്റെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു. തൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് ജോൺസിൻ്റെ പാത്രത്തിലെ കറി വാരി തൻ്റെ പാത്രത്തിലിട്ടു. പിന്നെ എഴുന്നേറ്റ് പോയി. ജോൺസിൻ്റെ ചോറ് മുഴുവൻ തട്ടിക്കളഞ്ഞു. അന്ന് താൻ എന്തിനെന്നറിയാതെ വളരെ നേരം കരഞ്ഞു. നീ ഉണ്ണുന്നില്ലേ? അമ്മയുടെ ചോദ്യം. വേണ്ട. അവൾ എഴുന്നേറ്റ് കൈ കഴുകി കട്ടിലിൽ ചെന്ന് മൂടി പുതച്ചു കിടന്നു. അമ്മ അപ്പം പുഴുങ്ങുകയാണ്. പുളിയില്ലാത്ത അപ്പം, ദസറ നാളിലെ അപ്പം. സാലി ആരുടെയോ ശബ്ദത്തിനായി കാത്തു കിടന്നു. ഓർമ്മകളിൽ നിന്ന് അവൾക്ക് ഇഷ്ടമായതെല്ലാം അവൾ കേട്ടു. അർദ്ധരാത്രിയായപ്പോൾ അമ്മ വന്ന് അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. എണീറ്റ് വാ, പാല് കുടിക്കാൻ നേരമായി. സാലി എഴുന്നേറ്റ് ചെന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു.
ചാക്കോച്ചൻ കുരിശപ്പം പങ്കിട്ട് കൊടുത്ത് ഗ്ലാസുകളിൽ പാൽ പകർന്നു നൽകി. സാലിയുടെ ഉള്ളം നീറി. ഇതിനു മുമ്പ് എല്ലാ വർഷങ്ങളിലും ഈ കർമ്മം നടത്തുമ്പോൾ ജോൺസിനെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തുമായിരുന്നു. തന്നെ ജോൺസിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുമായിരുന്നു. സാലിക്ക് അവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. അവൾ വേഗം എഴുന്നേറ്റ് പോന്നു. അമ്മ പുറകെ വന്ന് വിളിച്ചു, നീ കിടന്നാൽ എങ്ങനെയാ, പാന വായിക്കണ്ടേ? എനിക്ക് വയ്യ, തലവേദന, അവൾ ഉദാസീനയായി പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും കൂടിയിരുന്ന് പാന വായിക്കുന്നത് കേൾക്കായി. പുളിയാത്തപ്പം നീണ്ടുന്നാൾ അങ്ങകലെ ദുഃഖത്തിൻ്റെ ശീതള നിലാവ് പെയ്തിറങ്ങുന്ന തണുത്ത പൂമുഖത്തു നിന്നും ഊറി ഒഴുകി വരുന്ന വിഷാദഗീതം പോലെ തോന്നി. മുമ്പൊക്കെ ജോൺസിനോടൊപ്പം ഇരുന്ന് പാന വായിച്ചിരുന്നത് സാലി ഓർത്തു. ചുമരോട് ചേർന്ന് പരസ്പരം തൊട്ടുരുമി ചാരിയിരുന്ന് ശിരസുകൾ തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് പാടും. കാലുകൾ മുന്നോട്ട് നീട്ടി വെച്ചിരിക്കും. എന്താ പാട്ട് നിർത്തിയത്? ജോൺസിൻ്റെ ചോദ്യം. ഞാൻ പാടുന്നത് പോലെ പാടൂന്നേ. എൻ്റെ പാട്ടിനെന്താ കുഴപ്പം? ഈ ജോൺസിനൊരു ഈണമില്ല. എന്നാൽ നീ തന്നെ പാടിക്കോ. ജോൺസ് മുഖം വീർപ്പിക്കുന്നു. എന്നാൽ വാ, ജോൺസിൻ്റെ പോലെ പാട്. വേണ്ട, നീ തന്നെത്താ പാടിയാൽ മതി. വലിയ പാട്ടുകാരി. പിറ്റേന്ന് ദുഃഖവെള്ളിയാഴ്ചയായിരുന്നു. സാലി രാവിലെ പള്ളിയിൽ പോയി. പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം സ്ലീവാപാതിയുടെ കൂടെ കുരിശുമലയിലേക്ക് നീങ്ങുമ്പോൾ കണ്ടു ജോൺസ് മലയിലേക്ക് നോക്കിക്കൊണ്ട് പള്ളിമുറ്റത്ത് നിൽക്കുന്നു. ജോൺസ് മല കയറാൻ പോകുന്നുണ്ടാകുമോ? കഴിഞ്ഞ വർഷം പോലെ താനും ജോൺസും കൂടി ഒന്നിച്ചാണ് കുരിശുമല കയറിയത്. അന്ന് മലയിൽ വെച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചു, ജോൺസിനൊരു ജോലി കിട്ടാനും ഒരാപത്തും വരാതിരിക്കാനും. ശനിയാഴ്ച വൈകുന്നേരം അവൾ ജോൺസിനെ കണ്ടു. കുളിക്കാനായി തോട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അവൾ മുറ്റത്തിറങ്ങി നിന്ന് നോക്കി. തല കൊമ്പിട്ട് പാറമേൽ അയാൾ നിശ്ചലനായി ഇരിക്കുന്നത് കണ്ടു. അയാളുടെ അരികിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവൾ ആഗ്രഹിച്ചു. എന്തിനു പിണങ്ങിയിരിക്കുന്നു? രണ്ടു വാക്ക് സംസാരിക്കാം, വിശേഷങ്ങൾ ചോദിക്കാം. ഒന്ന് സംസാരിച്ചാൽ എന്താ? ഒരു കുഴപ്പവുമില്ല. പഴയ ബന്ധം പുനഃസ്ഥാപിക്കുകയൊന്നും വേണ്ട. കേവല സ്നേഹിതരെ പോലെ കഴിയാമല്ലോ. മനസാക്ഷി മുരളുന്നു. കള്ളി അവനുമായി ചേരാൻ ഓരോരോ വഴികൾ കണ്ടുപിടിക്കുകയാണ്. സ്വയം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവൾ അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ ജോൺസ് കുളി കഴിഞ്ഞ് കയറി വരുന്നത് കണ്ടു. മുഖമുയർത്തി ഒന്ന് നോക്കിയതിനു ശേഷം വിലങ്ങണിഞ്ഞ തടവുകാരനെ പോലെ അയാൾ നടന്നകലുന്നത് കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ തേങ്ങലുകൾ ഉയർന്നു. രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ പൊന്തി വന്നു. നീ സ്നേഹിച്ചത് അയാളുടെ ശരീരത്തെയോ മനസ്സിനെയോ? മനസ്സിനെ. എങ്കിൽ പിന്നെ എന്തിനു പഠിക്കുന്നു? അയാൾ കുറ്റം ഏറ്റു പറഞ്ഞില്ലേ? മാപ്പ് ചോദിച്ചില്ലേ? നിനക്ക് ക്ഷമിച്ചുകൂടെ? യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അയാളുടെയും നിന്റെയും ജീവിതത്തെ ക്രൂരമായി വലിച്ചെറിയാൻ മാത്രം കഠിനമായ മനസ്സാണോ നിന്റേത്? എങ്കിലും എന്നെ വിസ്മരിച്ചില്ലേ? വഞ്ചിച്ചില്ലേ? അവളെ ഏങ്ങലടിച്ച് കരഞ്ഞു. വെളുപ്പിന് 3 മണിക്ക് അമ്മ എഴുന്നേറ്റ് സാലിയെ വിളിച്ചു. ഈസ്റ്ററിൻ്റെ വെളുപ്പാങ്കാലം 4 മണിക്ക് പള്ളിയിൽ ഉയർപ്പിൻ്റെ ചടങ്ങുകളുണ്ട്. സാലി പല്ല് തേച്ച് മുഖം കഴുകി. എവിടെയൊക്കെയോ കോഴി കൂവുന്നു, നായ്ക്കൾ കുരയ്ക്കുന്നു. വീടിന് താഴെയുള്ള വഴിയിലൂടെ പന്തവും തിരിയും ടോർച്ചുമൊക്കെയായി ആളുകൾ പള്ളിയിലേക്ക് പോകുന്നു. അവരുടെ ഉച്ചത്തിലുള്ള സംസാരം. സാലിയും അമ്മയും പള്ളിയിലേക്ക് തിരിച്ചു. പള്ളിയിൽ നിന്ന് കതിനാവെടി മുഴങ്ങി. പള്ളിയിൽ നല്ല തിരക്ക്. കുട്ടികളും ചെറുപ്പക്കാരും രാത്രിയിലാണ് പള്ളിയിൽ വരിക. ഉയർപ്പിൻ്റെ ചടങ്ങുകൾ തുടങ്ങി. പുരുഷന്മാർക്കിടയിൽ ജോൺസ് നിൽക്കുന്നത് സാലി കണ്ടു. 5 മണിക്ക് ചടങ്ങുകൾ അവസാനിച്ചു. ജോൺസ് പള്ളിമുറ്റത്ത് ഇറങ്ങി നിന്നു. മഞ്ഞ് പെയ്യുന്നുണ്ട്. ചൂളിപ്പിടിക്കുന്ന തണുപ്പ്. നിലാവസ്തമിക്കാറായി. ചാഞ്ഞു പെയ്യുന്ന ശീതള കിരണങ്ങൾ. നീലനിലമായ താഴ്വാരങ്ങൾ. ആകാശം നിറയെ നക്ഷത്രങ്ങൾ. പുതിയ നക്ഷത്രത്തിന് വല്ലാത്ത തിളക്കം. ജോൺസും സ്നേഹിതൻ തോമസും കൂടി ഇടവഴി വരെ ഒന്നിച്ച് നടന്നു. അവിടെ വെച്ച് തോമസ് പിരിഞ്ഞുപോയി. ജോൺസ് കുന്നിറങ്ങി. വളരെ മുമ്പിലായി ടോർച്ചുകൾ മിന്നുന്നത് കണ്ടു. ആൾക്കൂട്ടത്തിൻ്റെ സംസാരം കേട്ടു. കഴിഞ്ഞ ക്രിസ്മസ് രാത്രി താനും സാലിയും ഒന്നിച്ചു മടങ്ങിയത്. അവളുടെ വിരലിൽ മോതിരം അണിയിച്ചത്, അണച്ചു പിടിച്ച് ചുംബിച്ചത്. അതിനുശേഷം എന്തെല്ലാം സംഭവപരമ്പരകൾ. ഈ നൂറ്റാണ്ട് തന്നെ കടന്നുപോയതുപോലെ തോന്നുന്നു. നാളെ ഈ ഓർമ്മകളുടെ ഭാരവും പേറി മടങ്ങാം ജോലിസ്ഥലത്തേക്ക്. മൂടൽമഞ്ഞുള്ളതിനാൽ നിലാവിന് തെളിച്ചം പോരാ. അരണ്ട വെട്ടമേയുള്ളൂ. ജോൺസ് സാവധാനം കുന്നിറങ്ങിക്കൊണ്ടിരുന്നു. കുറെ താഴെ വഴിയിലാരോ കാത്തു നിൽക്കുന്നത് അവ്യക്തമായി കണ്ടു. ബീനയായിരിക്കും. അവൾക്ക് ചേച്ചിയുടെ കൂടെ പോയിക്കൂടായിരുന്നോ? അടുത്തപ്പോൾ ഞെട്ടിപ്പോയി. സാലി. മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് സംശയിച്ചു. തിരിച്ചു പോയാലോ? അത് ഭീരുത്വമാണ്. ഇയാൾ മുന്നോട്ട് നടന്നു. അവൾ എന്തിനാണ്? വഴിയുടെ നടുക്കാണ് നിൽപ്പ്. ഒന്ന് മാറി തന്നിരുന്നെങ്കിൽ. അടുത്ത് ചെന്നപ്പോൾ ജോൺസ് മുഖമുയർത്തി. സാലി ഉറ്റുനോക്കുന്നു. സങ്കടവും വേദനയും യാചനയും തുളുമ്പുന്ന നനഞ്ഞ മിഴികൾ. ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും നോക്കി നിന്നു. സുദീർഘമായൊരു ആത്മബന്ധത്തിൻ്റെ കഥകൾ ഉറങ്ങുന്ന കണ്ണുകൾ. നൂറ് സങ്കടങ്ങളും പരാതികളും പറയുന്ന മിഴികൾ. ലോകം തന്നെ സ്തംഭനാവസ്ഥയിലായതുപോലെ ജോൺസിന് തോന്നി.
മനസ്സിൻ്റെ പ്രതലത്തിലൂടെ ഒരു വെളുത്ത കുതിരക്കുളമ്പടികൾ മുഴക്കി പാഞ്ഞു പോകുന്നു. എന്നോട് പിണക്കമാണോ? നനഞ്ഞു വിറയാർന്ന സ്വരം. ജോൺസിന് മിണ്ടാനുള്ള കരുത്തുണ്ടായില്ല. എന്നോട് ക്ഷമിക്കണം. അവളുടെ ശബ്ദം മുറിഞ്ഞു, ഗദ്ഗതവും തേങ്ങലും. ഇല്ല, ഞാനാണ് മാപ്പ് ചോദിക്കേണ്ടത്. ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു, നിന്നെ വഞ്ചിച്ചു, വേദനിപ്പിച്ചു. ഇങ്ങനെയെല്ലാം വിളിച്ചു പറഞ്ഞ് അവളുടെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞ് ക്ഷമ യാചിക്കാൻ അയാൾ വെമ്പൽ കൊണ്ടു. എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ. ഒരു വിങ്ങിപ്പൊട്ടൽ. അവൾ തളർന്ന് ആടി ഉലഞ്ഞു നിന്നു. ജോൺസിന് വീർപ്പ് മുട്ടി, കണ്ണുകൾ പൊട്ടിയൊഴുകി. എന്തോ പറയാൻ ചുണ്ടനക്കിയെങ്കിലും ശബ്ദം കിട്ടിയില്ല. അനങ്ങാൻ കഴിഞ്ഞില്ല. മരവിച്ചതുപോലെ നിന്നു. എന്നെ വെറുക്കരുത്. അവൾ ശക്തിഹീനയായി ഒരാശ്രയത്തിന് വേണ്ടി ഉഴറി. ജോൺസിന് ഇനിയും സഹിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒറ്റ കുതിപ്പിന് അവളെ വലയത്തിൽ ഒതുക്കി ഞെരിഞ്ഞു പോകും വിധം ഗാഢമായി ആശ്ലേഷിച്ചു. എന്നെ വെറുക്കരുത്. എനിക്ക് വേറെ ആരുമില്ല. അവൾക്ക് ശബ്ദം കൂടിയും നഷ്ടപ്പെട്ടു. എൻ്റെ പൊന്നെ. അയാൾ അവളുടെ മുഖം ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. മുഖത്തോട് മുഖമണച്ച് കൊച്ചുകുട്ടികളെപ്പോലെ അവർ തേങ്ങി കരഞ്ഞു. പരസ്പരം മുഖം കണ്ണീർ കൊണ്ടു കഴുകി. അവർ ഒന്നായി, ഒരു ജീവനായി, ഒരാത്മാവായി ഉരുകി അലഞ്ഞു. കാലം അവർക്ക് പിന്നിൽ സ്തംഭിച്ചു നിന്നു. അവരെ പൊതിഞ്ഞ് നിലാവ് പെയ്തുകൊണ്ടിരുന്നു. നോവൽ അവസാനിച്ചു. പുതിയൊരു നോവലുമായി നമുക്ക്